ഹലോ, ഇറ്റ്സ് മീ ഗോപു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ വിചാരിച്ചു ഒരു പൊതിച്ചോറ് സെറ്റ് ചെയ്യാമെന്ന്. കുറേ ദിവസം കൊണ്ടേ ഒരാഗ്രഹമാണ് പൊതിച്ചോറ് കഴിക്കാമെന്നുള്ള. സൺഡേ ആയപ്പോഴത്തേക്കും സിമ്പിളായിട്ടൊരു പൊതിച്ചോറ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് നല്ല ഫ്രഷ് കൊഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം കൊഞ്ച് ഫ്രൈ ഒക്കെ വെച്ചിട്ട് ഒരു പൊതിച്ചോറ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചൊരു വ്ളോഗ് കൂടെ ഇട്ട് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ കുറച്ചുകൂടി നേരത്തെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ലേറ്റായിപ്പോയി. എണീക്കാൻ ലേറ്റായി, കാപ്പി പിടിക്കാൻ ലേറ്റായി, പിന്നെ കുഞ്ഞാവ് ഉറങ്ങാൻ ലേറ്റായി, അങ്ങനെ മൊത്തത്തിൽ ലേറ്റായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഈ വൈകിയ വേളയിൽ നമ്മൾ പൊതിച്ചോറ് സെറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി തോരൻ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൈപ്പണിയാണ് കേട്ടോ, ചോപ്പറിലല്ല. പിന്നെ മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ട് ഏത്തയ്ക്കായും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി കൊഞ്ച് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചമ്മന്തിക്കും തോരനും വേണ്ടിയിട്ടുള്ള തേങ്ങയും തിരികെ വെച്ചിട്ടുണ്ട്. ഉള്ളിയുടെ തൊലിയെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം നമ്മൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടാക്കി എടുത്താൽ മതി. അപ്പം നമുക്ക് പൊതിച്ചോറിൻ്റെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ചോറ് രാവിലെ തന്നെ തിളപ്പിച്ച് തെർമൽ കുക്കറിൽ വെച്ചു. പിന്നെ ഞാൻ ഫസ്റ്റ് തോരനും മെഴുക്കുവരട്ടിയും സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടിലും ഞാൻ ഓരോ നോൺ സ്റ്റിക്ക് പാനുകൾ വെച്ചു. ഞാൻ കൂടുതലും നോൺ സ്റ്റിക്ക് പാനുകളിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്ക് എല്ലാം കുറച്ചധികം കുക്ക് ചെയ്യണം. തോരനായിരുന്നാലും എന്ത് സാധനം ഞാൻ വെച്ചാലും കുറച്ചധികം നേരം കുക്ക് ചെയ്യും. അപ്പോൾ അടി പിടിക്കാതിരിക്കാനൊക്കെ നോൺ സ്റ്റിക്കാണല്ലോ എളുപ്പം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ തോരനും മെഴുക്കുവരട്ടിക്കും വേണ്ടി രണ്ടും കടുക് വറുത്തു. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് സവാളയും കൂടെ, പകുതി സവാള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്കും ഇപ്പുറത്തെ പാനിൽ നമ്മുടെ ഏത്തക്ക നൈസായിട്ട് അരിഞ്ഞതിൽ കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ തോരനിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു, അത് കുക്കാവാൻ വേണ്ടി വെച്ചു. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് തോരനിലും ഇട്ട് കൊടുത്തു. പിന്നെ ഏത്തക്കയിൽ ഞാൻ മിക്സ് ചെയ്ത് ഉപ്പ് പോരെന്ന് തോന്നിയോണ്ട് കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അത് രണ്ടും അടുപ്പിൽ വെച്ച ശേഷം ഞാൻ തോരന് വേണ്ടിയുള്ള കൂട്ട് സെറ്റ് ചെയ്യാൻ പോയി. അപ്പോൾ കുറച്ച് തേങ്ങ, 3-4 ചെറിയ ഉള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകവും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ തോരനിലേക്ക് ഇട്ടു. അപ്പോഴത്തേക്കും ചിന്തുച്ചേട്ടൻ മുട്ട ഇല്ലാത്തത് കൊണ്ട് അത് വാങ്ങാനായിട്ട് പോയ സമയത്ത് നമ്മുടെ കുഞ്ഞാവ ഉണർന്നു. പിന്നെ അവനെ എടുത്ത് വെച്ചുകൊണ്ട് തോരൻ കിണ്ടി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഏത്തക്ക മെഴുക്ക് വരട്ടി കരിഞ്ഞു പോയി. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ചമ്മന്തിക്കുള്ള പണി തുടങ്ങി. ചമ്മന്തിക്ക് തേങ്ങ, കൊച്ചുള്ളി, പുളി, ഞാൻ കറിവേപ്പിലയും കൂടെ ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടിയും ജീരകവും പിന്നെ കുറച്ചധികം മുളക് പൊടി ഇട്ടു കേട്ടോ. കാരണം നമുക്ക് എരി വേണം നല്ല പോലെ. അപ്പോൾ മുളക് പൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് അരച്ചെടുത്തു. അപ്പം നല്ല അടിപൊളി ചമ്മന്തി റെഡി. അപ്പം മെഴുക്കുവരട്ടി എന്തായിരുന്നാലും ഫ്ലോപ്പായി പോയതുകൊണ്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചിന്തുചേട്ടൻ ഏത്തക്ക എല്ലാം കട്ട് ചെയ്ത് തന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഒന്നും കൂടെ മെഴുക്കുവരട്ടി വെച്ചു. നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെയൊക്കെ ഇട്ട് തന്നെ വെച്ചു. നമുക്ക് എല്ലാ കറിക്കും കുറച്ച് എരിവ് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി സെറ്റ് ചെയ്തു. പിന്നെ അരി നമ്മൾ തെർമൽ കുക്കറിൽ നിന്ന് എടുത്ത് ഒന്നും കൂടെ തിളപ്പിച്ച് ഊറ്റുകയാണ്. അപ്പോൾ ചിന്തുചേട്ടൻ ആ സൈഡിൽ കൂടെ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വയ്ക്കുന്നുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇരട്ടി പണിയല്ലേ ലാസ്റ്റ് എല്ലാം കൂടെ ഒന്നിച്ച് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിന്തുചേട്ടൻ എല്ലാം കൂടെ പാത്രങ്ങൾ കഴുകി ഒരു സൈഡിൽ കൂടെ ഒതുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളിതാ കൊഞ്ച് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ മുട്ട ഓംലേറ്റ്. നമ്മൾ സവാളയും പച്ചമുളകൊക്കെ ഇട്ട് ചിന്തുചേട്ടനും അല്പം കുരുമുളകും കൂടെ ഇട്ട് നമ്മൾ മുട്ട ഓംലേറ്റൊക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇലയും വാട്ടി. അപ്പം നമ്മളിതാ പൊതിച്ചോറ് സെറ്റ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് ഒരു പേപ്പർ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേളിൽ ഇല വെച്ചു. ചോറിട്ടു. ചോറിൻ്റെ മുകളിൽ നല്ല ഉരുട്ടി ചമ്മന്തി, കറിവേപ്പിലയും പുളിയൊക്കെ ഇട്ട് അരച്ച ചമ്മന്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീട്രൂട്ട് തോരൻ. അപ്പോൾ തോരൻ എപ്പോഴും ഞാനിങ്ങനെ കൈകൊണ്ട് കൊത്തി അരിയുന്നതാണ് പതിവ് കേട്ടോ. നമുക്കിങ്ങനെ തോരൻ കുറച്ച് വലിയ വലിയ പീസുകളായിട്ട് അരിഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല. അപ്പം ഞാൻ മെനക്കെട്ടിരുന്ന് കൊത്തി അരിഞ്ഞുണ്ടാക്കിയ നല്ല സെറ്റ് ബീട്രൂട്ട് തോരൻ. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത് സെറ്റ് ചെയ്തെടുത്ത ഏത്തക്ക മെഴുക്ക് വരട്ടി. പിന്നെ സൂപ്പർ കുരുമുളകൊക്കെ ഇട്ട് വെച്ച സൂപ്പർ കൊഞ്ച്. അത് കഴിഞ്ഞത് മാങ്ങാച്ചാർ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങാച്ചാറാണ്. പിന്നെ അതിന് മുകളിൽ ഒരു മുട്ട ഓംലേറ്റും കൂടെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പൊതിച്ചോറിലെ വിഭവങ്ങളെല്ലാം റെഡി. ഇലയിൽ നല്ല ടൈറ്റ് ചെയ്ത് പൊതിയുന്നുണ്ട് കേട്ടോ. നല്ല ടൈറ്റ് ചെയ്ത് പൊതിഞ്ഞ് ആ പേപ്പറും കൂടെ വെച്ച് കെട്ടി വയ്ക്കുന്നുണ്ട്. ഇപ്പം തന്നെ സത്യം പറഞ്ഞാൽ കൊതി വന്ന് വയ്യായിരുന്നു. അപ്പോൾ നമ്മുടെ 2 പൊതിച്ചോറും റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാം. കാരണം നമ്മളിത് തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് നമുക്ക് മാക്സിമം 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമുള്ളൂ. വിശന്ന് തുടങ്ങി. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോൾ കാണാം.
അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കഷ്ടപ്പെട്ട് തള്ളി നീക്കിയതാണ്. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് തുറക്കാം. അരേ വാ. 1 മണിക്കൂർ കഴിഞ്ഞ് ആ പൊതിച്ചോറ് തുറന്നപ്പോഴത്തേക്കുള്ളൊരു മണം സൂപ്പറായിരുന്നു. അപ്പം നമ്മൾ ചമ്മന്തി, തോരനും, മെഴുക്കുവരട്ടിയും, കൊഞ്ചും, അച്ചാറും, മുട്ടയും എല്ലാം കൂടെ ഇട്ട് കുഴച്ചൊരു പിടി പിടിക്കാൻ പോവാണ് കേട്ടോ. ഓൾറെഡി കഴിച്ചിട്ടിരുന്ന ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പം എനിക്ക് ഒന്നും കൂടെ കഴിക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കും എന്തായിരുന്നാലും കൊതി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അടിപൊളി, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നല്ല മണം വാഴയില കേട്ടോ. പോളി ഇന്നങ്ങാത്ത സാധനം. അങ്ങനെ ബാക്കി എല്ലാ കാര്യം സൂപ്പറുണ്ട്. കൊഞ്ച് സ്പെഷ്യലായിരുന്നു, അടിപൊളി. കൊഞ്ചിൻ്റെ വീഡിയോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്. അത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തതുകൊണ്ട് സൂപ്പറായിട്ടുണ്ട്. എല്ലാം പൊളിയായിട്ടുണ്ട്. നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ പൊളിയായിട്ടുണ്ട്. അപ്പം കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണണം. അപ്പം നമ്മുടെ ഈ പൊതിച്ചോറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലെ ബൈ ബൈ.